പറയാം, കേട്ടോളൂ. അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും സലാം ചൊല്ലുന്നതിന്റെ മസല. സുന്നത്തായ സലാം ചൊല്ലുമ്പോഴാണല്ലോ മടക്കൽ നിർബന്ധമാകുന്നത്. എന്നാൽ അവിടെ പറയാണ്, ഒരു സ്ത്രീക്ക് സലാം ചൊല്ലൽ സുന്നത്താണ്. കാണാനും തൊടാനും പറ്റുന്ന ആളുകൾക്ക് സലാം പറയലും സ്ത്രീകൾക്ക് സുന്നത്താണ്. ബാപ്പ, ആങ്ങള, ബാപ്പാന്റെ ജ്യേഷ്ഠൻ, അവർക്കൊക്കെ സലാം പറയുന്നത് സുന്നത്താണ്. അതുപോലെ സയ്യിദിന്, അത് പിന്നെ ഇന്ന് അടിമക്കച്ചവടം ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടില്ല, ഭർത്താവിന് സലാം പറയൽ സുന്നത്താണ്. എന്നാൽ വളരെ പ്രായം ചെന്ന, കണ്ടാൽ ആശിക്കപ്പെടാത്ത രൂപത്തിൽ വളരെ പ്രായം ചെന്ന കിഴവിയായ ഉമ്മയാണെങ്കിൽ ആ ഉമ്മാക്ക് പുരുഷന്മാര് സലാം പറയൽ, അന്യപുരുഷന്മാരാണെങ്കിലും വളരെ പ്രായം ചെന്ന ഉമ്മയാണെങ്കിൽ സലാം പറയൽ സുന്നത്താണെന്ന് പറഞ്ഞവർ ഉണ്ട്. എന്നാൽ ഈ സ്ഥലത്തൊക്കെ പുരുഷൻ സ്ത്രീയുടെ സലാം മടക്കൽ നിർബന്ധവുമാണ്. അതുപോലെ ഇതുപോലെ പുരുഷൻ കുടുംബത്തിൽ കാണാനും തൊടാനും പറ്റുന്ന ഒരാൾ സലാം പറഞ്ഞാൽ, അതുപോലെ തന്നെ ഭർത്താവ് സലാം പറഞ്ഞാൽ, ഇനി ഒരു പ്രായം ചെന്ന ഉമ്മാക്ക് ഒരു അന്യപുരുഷൻ സലാം പറഞ്ഞാൽ അവിടൊക്കെ സലാം മടക്കൽ ആ സ്ത്രീകൾക്ക് നിർബന്ധമാണ്. അമ്മാ മുസ്തഹാത്തുൻ, എന്നാൽ കണ്ടാൽ ആശിക്കപ്പെടുന്ന വിധത്തിലുള്ള അമിതമായ വാർദ്ധക്യമില്ലാത്ത സ്ത്രീകൾ, യുവതികൾ, അങ്ങനെയുള്ള സ്ത്രീകൾ ലൈസ മഅഹ ഇംറഅത്തുൻ ഉഖ്റ, ലൈസ മഅഹ ഇംറഅത്തുൻ ഉഖ്റ, അവൾ ഒറ്റയ്ക്ക് ഉള്ള സമയമാണെങ്കിൽ ഫയഹ്റുമു അലൈഹാ റദ്ദു സലാമി അജ്നബിയ്യിൻ, അന്യപുരുഷൻ സലാം പറഞ്ഞാൽ ഒറ്റക്കുള്ള സമയത്ത് സ്ത്രീകൾ ആ പുരുഷന്റെ സലാം മടക്കൽ ഹറാമാണ്. വമിസ്ലുഹു ബിത്തിദാഉഹു, ഇതുപോലെ കണ്ടാൽ ആശിക്കപ്പെടുന്ന സ്ത്രീകൾ അന്യപുരുഷനോട് അങ്ങോട്ട് സലാം പറയലും ഹറാമാണ്. വയുക്റഹു റദ്ദു സലാമിഹ, കണ്ടാൽ ആശിക്കപ്പെടുന്ന സ്ത്രീ അന്യപുരുഷന് സലാം ചൊല്ലിയാൽ സലാം മടക്കൽ പുരുഷന് കറാഹത്താണ്. അതുപോലെ അന്യപുരുഷൻ അന്യ സ്ത്രീക്ക് സലാം പറയലും കറാഹത്താണ്. അപ്പൊ പുരുഷൻ അങ്ങോട്ട് പറയുന്ന സ്ഥലത്ത് കറാഹത്ത്, പെണ്ണ് ഇങ്ങോട്ട് മടക്കുന്ന സ്ഥലത്തും ഇങ്ങോട്ട് പറയുന്ന സ്ഥലത്തും ഹറാമ്. അങ്ങനെയാണ് നിയമം. ഇനി അടുത്ത ചോദ്യം, മുൻകാലത്ത് സഫർ മാസം അവസാനത്തിലുള്ള ഒരു ബുധനാഴ്ച കുളിച്ചു വൃത്തിയായി നല്ല ഭക്ഷണം കഴിക്കണം എന്ന ഒരു ആഘോഷം ഉണ്ടാകാറുണ്ടല്ലോ, ഇപ്പോൾ അത് ഇല്ലല്ലോ എന്നാണ്. ഇപ്പോഴും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം കുളിച്ചു വൃത്തിയായി നല്ല വസ്ത്രം ധരിക്കുന്നതിനും നല്ല ഭക്ഷണം കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തും മറ്റും ഉണ്ടെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയേണ്ടതുള്ളൂ. പിന്നെ ഈ ഒടുവിലത്തെ സഫർ മാസം ഒടുവിലത്തെ ബുധൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം തുടങ്ങിയ ഒരു ബുധനാഴ്ചയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ഒരു ദുഃഖാചരണം നടത്തുക എന്ന ഏർപ്പാടില്ലാതിരിക്കാൻ വേണ്ടി, അതിന് ദുഃഖാചരണത്തെ നേരിടാൻ വേണ്ടി ചിലപ്പോൾ ഒരു കുളിക്കലും നല്ല വസ്ത്രം ധരിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ ആരെങ്കിലും നടപ്പാക്കിയതാണെങ്കിൽ അതൊരു നല്ല നിയ്യത്തോടു കൂടിയുള്ളതായതിനാൽ അതിനെ കുറ്റം പറയേണ്ടതും ഇല്ല. 5, മനസ്സിൽ അസൂയ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും കൊടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹ് കൊടുക്കുന്നതിൽ കംപ്ലൈന്റ് ഉണ്ടായാല് അള്ളാഹിനോടുള്ള ഒരു യുദ്ധാണത്, മനസ്സുകൊണ്ടുള്ള യുദ്ധാണ്, അതെന്റെ നാശത്തിന് കാരണമാണ് എന്ന് മനസ്സിലാക്കലാണ് അതിന്റെ ഏറ്റവും വലിയ ചികിത്സ. അസൂയ എന്ന് പറയുന്നത് അള്ളാഹ് കൊടുക്കുന്നതിൽ നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാവുക അസൂയ എന്ന് പറയും. അപ്പൊ അള്ളാഹിനെ കാണും വിവരം നമുക്ക് ഉണ്ട് എന്നുള്ളൊരു ധാരണ, അള്ളാഹ് കൊടുത്തേ ശരിയായില്ല എന്നൊരു ധാരണ, അത് അള്ളാഹിനെ കൊച്ചാക്കിയിട്ട് നമ്മൾ വലുതാകുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതെന്റെ ഈമാനിനും അമലിനും കേടുവരുമെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുകയും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന്റെ പുറമെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഓതുന്നതും നല്ലതാണ്. അന്യ സ്ത്രീകളോട് എവിടെ നിന്നും, അത് അങ്ങാടിയിലായാലും മുഖാമുഖം സംസാരിക്കുന്ന മുസ്ലിയാരെ ഖതീബാക്കാനോ തുടർന്ന് നിസ്കരിക്കാനോ പറ്റുമോ? ശരിയായ മുസ്ലിയാമാര് അങ്ങനെ ചെയ്യൂല. 7, മൈക്കിൽ ഖുത്ബ ഓതിയാൽ സഹിയാകാത്തതുകൊണ്ട് ജുമഅയും സഹിയാവൂല. ആയതിനാൽ ലോക മുസ്ലിങ്ങളുടെ ജുമഅ സഹിഹല്ല എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്ത മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ ആരും പറയുന്നതായി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവരുടെ അഭിപ്രായത്തിൽ
ഒരു കക്ഷികളുടെ അഭിപ്രായത്തിൽ അത് ശരിയല്ല, മറ്റേ കക്ഷികളുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാണ് എന്നിങ്ങനെയാണ് പണ്ഡിതന്മാർക്കിടയിൽ മസ്അല തർക്കം ഉണ്ടാകുക. ഉദാഹരണം പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് ഭാര്യനെ തൊട്ടിട്ട് നിസ്കരിച്ച നിസ്കാരം സഹീഹാണ്. ശാഫി ഇമാം റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഭാര്യനെ തൊട്ടിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹല്ല. അപ്പൊ ഷാഫി മദ്ഹബുകാർ എന്താ പറയുന്നത്? ഹനഫിയുടെ നിസ്കാരം എല്ലാം ബാത്തിലാണെന്നാ? അല്ല, നമ്മളെ അഭിപ്രായത്തിൽ നിസ്കാരം ശരിയല്ല. അതേസമയത്ത് അവരുടെ അഭിപ്രായത്തിൽ അവരുടെ നിസ്കാരം ശരിയാണ്. ഇങ്ങനെയാണ് ആലിമീങ്ങൾക്കിടയിൽ പറയുള്ളൂ. മറ്റത് വിവരമില്ലാത്ത ആരെങ്കിലും അല്ലാതെ വിവരമുള്ളവർ പറയൂല. ആലിമീങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് തർക്കമുണ്ടായാൽ അവരൊക്കെ നരകത്തിലാണ് എന്ന് ആരും പറയൂല, അവരെ ജുമയൊക്കെ ബാത്തിലാണെന്ന് പറയില്ല. എന്റെ അഭിപ്രായത്തിൽ എന്റെ ജുമ ശരിയാത്തോണ്ട് ഞാനതിന് വെക്കൂല എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെയാണ് ഇമാമിങ്ങൾക്കിടയിലും ആലിമീങ്ങൾക്കിടയിലുമുള്ള സ്വഭാവം. അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 8, ഭർത്താവ് നിലവിലിരിക്കെ ഒരു സ്ത്രീക്ക് വ്യഭിചാരത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും അത് എന്റെ കുട്ടിയാണെന്ന് ഒരാൾ സമ്മതിക്കുകയും അതിനെ അയാൾ സമ്മതിക്കുക എന്റെ കുട്ടിയാണെന്ന് വ്യഭിചാരത്തിലുണ്ടായാൽ അയാളതാവൂല. വ്യഭിചാരത്തിൽ കുട്ടി ഉണ്ടായാൽ അയാളതാവൂല. വ്യഭിചാരിക്ക് കുട്ടിയല്ല, കല്ല. ഹദീസിലുള്ളത് ഹജറൂന, വ്യഭിചാരിക്ക് വേറാൻ. ഇസ്ലാമിന്റെ നിയമം ഭരണം ഉണ്ടെങ്കിൽ നിയമം അങ്ങനെയാണ്. അല്ലാതെ എന്റെ കുട്ടിയെ അയാൾക്ക് കുട്ടിയിലൊന്നും കൊടുക്കൂല. അയാളെ കുട്ടിയല്ലത്, അയാളെ കുട്ടി അത് പറയാൻ പാടില്ല. പിന്നെ ഭർത്താവ് നിലവിലിച്ച ഒരു സ്ത്രീക്ക് വ്യഭിചാരത്തിൽ കുട്ടി ഉണ്ടായാൽ അങ്ങനെ കുട്ടി ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറയുന്നത് മസ്അലയല്ലത്. അങ്ങനത്തെ ഒരു വിഷയം വന്നാൽ ആ നാട്ടിലെ ദീൻ കൈകാര്യം ചെയ്യുന്ന നാട്ടിലെ ഖാദി, നാട്ടിലെ മുദരിസ്, നാട്ടിലെ കമ്മിറ്റിക്കാർ അങ്ങനത്തെ ആളുകളുമായി കണ്ട് അത് വലിയ വലിയ ആലിമ്യങ്ങളോട് ചോദിച്ച് അതിന്റെ വിചാരണയൊക്കെ നടത്തിയിട്ട് തീരുമാനിക്കണം. പെട്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മസല എന്ന് പറഞ്ഞാൽ വേറോട് അവിടെ അങ്ങനെ വന്നിരുന്നെങ്കിൽ പിന്നെ അതിനായിരിക്കും കുഴപ്പം ദുനിയാവിലുണ്ടാകണ്ടാക്കുക. അതുകൊണ്ട് അതൊക്കെ അതാത് നാട്ടിലുള്ള ആലിമീങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷയം എന്താണെന്ന് അവരെ കൂട്ടി വന്നിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം പറയേണ്ട ഒരു വിഷയമാണത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെങ്കിലും കൊട്ടക്കണക്കിന് ചോദിച്ചാൽ കൊട്ടക്കണക്കിന് മറുപടിയൊന്നും ആലിമീങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ. പിന്നെ അടുത്തത്, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മളെ സ്വഭാവവും ഭർത്താക്കന്മാരുടെ സ്വഭാവവും ഭാര്യമാരുടെ സ്വഭാവവും കുട്ടികളുടെ സ്വഭാവവും ഒക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. എപ്പോഴും എനിക്ക് തോന്നുന്നു എന്റെ സ്വഭാവം വളരെ ഉഷാറാണ്, എന്റെ സ്വഭാവം വളരെ മോശമാണ് എന്നാണ്. അതും ഒരു മോശമായ സ്വഭാവമാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരുടെ സ്വഭാവവും നന്നാക്കി തരട്ടെ. ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു, ഓതാൻ കഴിയുന്നില്ല, അതിനെന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരണം. ഖുർആൻ ഓതുമ്പോൾ ഉറക്കം തൂക്കുന്നുണ്ടെങ്കിൽ ഇരുന്നിട്ടാണ് ഓതുന്നതെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിന്നിട്ടാണ് ഉറക്കം തൂക്കുന്നതെങ്കിൽ നടക്കുക, നടന്നിട്ട് ഉറക്കം തൂക്കുകയാണെങ്കിൽ മെല്ലെ മുസാഫ വെച്ചിട്ട് കുറച്ച് കിടന്ന് ഉറങ്ങുക, എന്നിട്ട് പിന്നെ ഉറക്കം തെളിഞ്ഞതിന് ശേഷം പിന്നെയും ഒതുവെടുത്തിട്ട് പിന്നെയും ഖുർആൻ ഓതുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തത് 11, കക്കൂസിന്റെ കുണ്ടിൽ ഒതുവെടുക്കുന്ന വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഒഴിക്കാതിരിക്കലാണ് നല്ലത്. 12, പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ മരിച്ചുപോയവരോട് എങ്ങനെ പൊരുത്തപ്പെടിക്കാൻ കഴിയും? അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. ഇനി എന്തെങ്കിലും സാമ്പത്തികമായോ മറ്റോ ഇടപാടുകളാണെങ്കിൽ അവരുടെ അവകാശികൾക്ക് ആ ഇടപാട് അവകാശികളെ കണ്ട് തീർക്കുക. അങ്ങനെയാണ് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. 13, പെൺകുട്ടികൾ പുരികം കട്ട് ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഇതിപ്പോൾ നിത്യസംഭവമാണ്, അത് പരിപാടി പാടുള്ളതല്ല. 14, തറവാട്ടുകാരനായ നേരത്തെ ആ പ്രസംഗത്തിൽ ഇതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 15, ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് മക്കളെ ദീൻ പഠിപ്പിക്കാൻ യാതൊരു വരവുമില്ലെങ്കിൽ തെങ്ങ് കള്ള് ചെത്താൻ കൊടുത്ത് ദീൻ പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാൾക്ക് ദീൻ പഠിപ്പിക്കാൻ ഒരു വകുപ്പും ഇല്ലെങ്കിൽ, കുടുംബക്കാര് രക്ഷിതാക്കള് അവർക്കൊന്നും വകുപ്പില്ലെങ്കിൽ നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് ആ പാവപ്പെട്ട കുട്ടിയുടെ ഇൽമു പഠിപ്പിക്കൽ നിർബന്ധമാണ്. മുതലാളിമാര് വെറും സക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ. അത് മുതലാളിമാര് ചെയ്യാത്തത് കൊണ്ടാണ് എന്നെപ്പോലത്തെ ചില സാധുക്കൾ മുതലാളിമാരോട് പറഞ്ഞ് വാങ്ങിയിട്ട് പഠിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ അതാത് സ്ഥലത്തെ SYS കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. കള്ളു ചെത്താൻ തെങ്ങ് കൊടുക്കേണ്ടതില്ല. 16, തെങ്ങിന് മണ്ടിരി രോഗമുണ്ടായാൽ കള്ള് ചെത്താൻ കൊടുത്താൽ ആ രോഗം മാറിക്കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു നേർച്ച ദുന്യാവിലില്ല. എങ്കിൽ കള്ള് ചെത്താൻ കൊടുക്കാമോ? കൊടുത്തുകൂടാ. തെങ്ങിന് മണ്ടിരി ഉണ്ടെങ്കിൽ അതിനൊക്കെ ആധുനിക ചികിത്സകളുണ്ട്. ആ ചികിത്സ കൊണ്ട് പെട്ട ഒരു ചികിത്സയായിട്ട് അത് ചെത്തിയിട്ട് അതിന്റെ നീരെടുത്ത് കളയണമെന്നാണെങ്കിൽ ആ നീരങ്ങ് എടുത്താൽ ഞാൻ വയ്യ, കള്ളാക്കണ്ട യാതൊരു ആവശ്യമില്ല. നീരെടുത്തിട്ട് വെള്ളത്തിലങ്ങ് മറിച്ച് ഭൂമിയിലങ്ങ് ഒഴിച്ചാൽ മതി. അതിന് കള്ളാക്കണ്ട യാതൊരു ആവശ്യമില്ല. കള്ള അത്ര ബർക്കത്തുള്ള സാധനമൊന്നുമല്ല. പിന്നെ 17, വാതിൽക്കൽ നിന്നാൽ ബേക്ക് ഭാഗത്തുനിന്ന് കാണുന്ന ദ്വാരമില്ലെങ്കിൽ വീട്ടുമ്മ മരിച്ചു പോകുമെന്നാണ് ആശാരി പറയുന്നത്. ഈ വാദങ്ങൾ നല്ല ശതമാനം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ UAE-യിലൊന്നും ഒറ്റ ഉമ്മാരും ബാക്കി ഉണ്ടാവില്ല.
കാരണം അവിടെ ഒക്കെ എയർ കണ്ടീഷൻ റൂമാണ്, ഇങ്ങനെ നോക്കിയാൽ ഒന്നും കാണില്ല. അങ്ങനെയാണ്. അങ്ങനെ അത് യുഎയിലും ഒരൊറ്റ അറബികളും ബാക്കി ഉണ്ടാവില്ല. സഫർ മാസം 10 കഴിയാതെ യാത്ര പോകൽ, കല്യാണം എന്നിവ പാടുണ്ടോ? അതിന് വിരോധം ഇല്ല. 20 ശനിയാഴ്ച, ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളിൽ വല്ല മോശങ്ങളുമുണ്ടോ? ദിവസത്തിനല്ല മോശം. മോശം എപ്പ ചെയ്താലും മോശമാണ്. മോശമായ കാര്യം എപ്പ ചെയ്താലും മോശമാണ്. നല്ല കാര്യം എപ്പ ചെയ്താലും നല്ലതാണ്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചില നല്ല സമയങ്ങളുണ്ട്, പ്രത്യേകം നല്ല ചില ദിവസങ്ങളുണ്ട്. കാരണം യാത്രയ്ക്ക് ഏറ്റവും നല്ലത് വ്യാഴാഴ്ച, പിന്നെ തിങ്കളാഴ്ച, പിന്നെ ശനിയാഴ്ച. ഇതുപോലെ നമ്മൾ മുടി കളയാന്, നഖം വെട്ടാന്, അതിനൊക്കെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, അങ്ങനെ തുടങ്ങിയിട്ട് ചില നല്ല കാര്യങ്ങൾക്ക് ചില പ്രത്യേകം നല്ല ദിവസങ്ങളുണ്ട്. അത് നാം നിഷേധിക്കേണ്ടതില്ല. 21 വീടെടുക്കുമ്പോ ആരെക്കൊണ്ടാണ് കുറ്റി അടുപ്പിക്കേണ്ടത്? കുറ്റി നിങ്ങൾ ആരും അടിച്ചില്ലെങ്കിലും വിരോധമില്ല. ഫൗണ്ടേഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം. സ്ഥലം നിർണയിക്കുമ്പോ ഒരു മഹാനെ കൊണ്ട് നിർണയിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു ദ്വാക്കുത്തരമുള്ള ഒരാൾ കൊണ്ടൊരു ഫാത്തിഹ വെച്ച് അയാളെ കൊണ്ട് സ്ഥലം നിർണയിക്കുന്ന ഒരു ബർക്കത്താണ്. അങ്ങനെ ഒരു മഹാനായ ആളെ കൊണ്ട് നിർണയിപ്പിക്കുന്നത് നല്ലതാണ്. 22 ജുമായിൽ ജമാഅത്ത് ഷർത്താണല്ലോ. ജുമാ നിസ്കരിച്ചുകൊണ്ടിരിക്കെ 1-ാം റക്അത്തിൽ ഇമാമ് 1-ാം സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലെത്തി. എന്നാൽ മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യണം? 1-ാമത്തെ റക്അത്തിൽ ഇമാമ് ഒറ്റ സുജൂദ് ചീട്ടപ്പാട് പൊയ്ക്കൽ. മടക്കി വിളിക്കുകയാണെങ്കിൽ, മടക്കി വിളിക്കാൻ പാടില്ല, പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലാം, അത് ദിക്റില്ല എന്നുള്ള നിയ്യത്തോടുകൂടി ആയിരിക്കും വേണം. അങ്ങനെ ചൊല്ലി നോക്കുക. മടക്കി വിളിക്കുകയാണെങ്കിൽ, അയാൾ ഉദ്ദേശിച്ചതായിരിക്കും. മടക്കി വിളിക്കുകയാണെങ്കിൽ ഇമാമിന് സംശയം വരില്ലേ? അത് അയാളോടാ ചോദിക്കേണ്ട, അയാൾക്ക് സംശയം വരുമല്ലോ എന്നുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. 3-ാം റക്അത്തിലേക്ക് നിന്നതാണോ അതല്ല മറ്റു വല്ലതും ഒഴിഞ്ഞു പോയോന്ന്? അപ്പൊ ഇയാൾ അങ്ങ് എത്തിയപ്പോ അയാൾക്ക് സംശയമാവൂലേ? 3-ലേക്ക് നിന്നിട്ടോ ഇവര് സുബ്ഹാനല്ലാഹ് പറയുന്നത്, അല്ല നേരത്തെ ചെയ്തെന്തോ കുറഞ്ഞു പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവില്ലേ? അത് അയാളോട് ചോദിക്കേണ്ട സംഗതിയാണ്. അയാൾക്ക് സംശയം ഉണ്ടാവില്ല എന്നുള്ളത്. സംശയം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ കക്ഷികൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുകയാണ് വേണ്ടത്. അയാൾക്ക് ഓർമ്മ വന്നിട്ട് അയാൾ മടങ്ങി വന്നാൽ അൽഹംദുലില്ലാഹ് ഖൈറായി, പ്രശ്നമൊന്നുമില്ല. അവസാന സഹുവിന്റെ സുജൂദ് ചെയ്താൽ നല്ലതാണ്. എന്നാൽ അയാൾ മടങ്ങി വരുന്നില്ലെങ്കിലോ? അയാൾ മടങ്ങി വരുന്നില്ലെങ്കിൽ ആ മഅ്മൂമിങ്ങൾ ആ സുജൂദിൽ തന്നെ അവിടെ ഇരിക്കണം. സുജൂദ് തന്നെ അടുക്കുക. എന്നിട്ട് അയാൾ 2-ാമത്തെ റക്അത്തിൽ സുജൂദിലെത്തുമല്ലോ. അങ്ങനെ സുജൂദിലെത്തിയാൽ ആ സുജൂദ് മുതൽക്ക് അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ നിസ്കാരം പൂർത്തീകരിക്കുക. അപ്പൊ അയാളെ കണക്കിന് അയാൾക്ക് 2, നമ്മളെ കണക്കിന് നമുക്ക് 1 ആയിരിക്കും. അയാൾ സലാം വീട്ടിയതിന്റെ ശേഷം നമ്മൾ 1 റക്അത്തും കൂടി നിസ്കരിക്കുക. അപ്പൊ നമുക്കും ജുമാ കിട്ടി, അയാൾക്കും ജുമാ കിട്ടി, അയാൾക്ക് അത് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ. അപ്പോ അങ്ങനെയാണ് അതിന്റെ മസല. ആശാരി കണക്ക് വിശ്വസിക്കാമോ? ആശാരിയുടെ കണക്കൊന്നുമില്ലാതെ കൽക്കോലൊക്കെ മുറിച്ചാൽ ഒന്നിനും പറ്റൂല. കണക്കൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കൽക്കോല് മുറിക്കേണ്ടത്, വാതിലുണ്ടാക്കേണ്ടത്. ആശാരിന്റെ കണക്കൊന്നും വേണ്ടാതെ പിന്നെ എങ്ങനെ മുറിച്ചാൽ ഭയങ്കര കൊടുക്കാൻ, അങ്ങനെ ചെയ്യാൻ പാടില്ല. സാധനം നശിപ്പിക്കാൻ പാടില്ല. ഐശ്വര്യം കുറഞ്ഞാൽ, രോഗങ്ങൾ പിടിപെട്ടാൽ, വീടെടുത്തതിലോ മതിൽ കെട്ടിയതിലോ കണക്ക് തെറ്റിയതാണോ എന്ന് വിചാരിച്ച് തത്വശാസ്ത്രക്കാരെ കൊണ്ടുവന്നാൽ അവർ പറയും, ഒന്നുകിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നു, ഇത് വിശ്വസിക്കാമോ? ഇത് പൂർണ്ണമായി ശരിയാണെന്നോ തെറ്റാണെന്നോ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു വിഷയം അല്ല. അത് അതിനെ സംബന്ധിച്ച് വിവരമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് ചെയ്യേണ്ടതാണ്. അത് ചിലപ്പോ ഈ വെയിലിന്റെ ഉദിപ്പ്, അതുപോലെ തന്നെ സ്ഥലത്തിന്റെ കിടപ്പ് അനുസരിച്ചൊക്കെ വെയിൽ കൊള്ളുന്നതിന്, തണുപ്പ് പിടിക്കുന്നതിന് അതിനൊക്കെ ചില രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട്. അങ്ങനെ ചില സംഗതികൾ ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായി അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒറ്റ വാക്കിൽ പറയുന്നത് ശരിയല്ല. 24 കാണാതായ സാധനം ഒരു നിശ്ചിത സ്ഥലത്തുണ്ടെന്ന് ഔലിയാക്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? കറാമത്ത് മുഖേന അല്ലാഹു തആല ഔലിയാക്കൾക്ക് അത് അറിയിച്ചു കൊടുക്കാം. അങ്ങനെ അറിഞ്ഞ ഒരു മഹാൻ പറഞ്ഞാൽ അത് വാസ്തവത്തിൽ കണ്ടെത്തുകയും ചെയ്യാം. 25 നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുന്നതായി മക്ക, മദീനയിൽ മറ്റ് ഇതര മുസ്ലിം രാജ്യങ്ങളിൽ കാണുന്നില്ല. ഇതിന്റെ തെളിവ് പറഞ്ഞു തന്നാലും അത് ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റന്നാളും എന്റെ പിറ്റേന്ന് പരിപാടിയിൽ വെച്ച് വേണമെങ്കിൽ പറയാം. ഒറ്റ വാക്കിൽ പറയുന്നു, മക്കയിലും മദീനയിലുമൊക്കെ കൂട്ടുപ്രാർത്ഥന നടക്കാറുണ്ടായിരുന്നു എന്ന് ഇആനത്ത് അടക്കമുള്ള, ഷെർവാനി അടക്കമുള്ള 100 കൊല്ലം മുമ്പ് എഴുതിയ കിതാബുകളിൽ ഒക്കെ കാണാം. ഇപ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലേ അത് വേറൊരു വിഷയമാണ്. അത് മുമ്പ് നടന്നിരുന്നു എന്ന് എല്ലാ കിതാബും നമുക്ക് കാണാം. സുന്നലിൽ ഈമാമി അയ്യൽ തഫിതാ എന്ന് പറഞ്ഞ് ഇആനത്തു താലിബീനിലും അതുപോലെ തന്നെ ഷെർവാനിയിൽ 100 കൊല്ലം മുമ്പ് ഈ കിതാബുകളിലൊക്കെ അവിടെ അങ്ങനെ നടന്നിരുന്നു എന്ന് കാണാം.
അപ്പൊ പല സംഗതികളും ചില സ്ഥലത്ത് ഇല്ലാതെയായിട്ടുണ്ട്. അതിന് ചിലപ്പോ ഭയങ്കര ആളുകളെ തിരക്കുള്ളതുകൊണ്ടോ അതുപോലെ തന്നെ വെയിലത്തൊക്കെ മക്കത്തൊക്കെ റോട്ടുമ്പിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ വെയിലത്തൊക്കെ നിൽക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സബ്ബിഹിസ്മ പലപ്പോഴും ജുമാസ്കാരത്തിൽ ഓതൂല, ഹല്ലത്താക്ക ഓതൂല. വാസ്തവത്തിൽ ഓതൽ സുന്നത്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ വെയിലത്തൊക്കെ നിൽക്കുന്ന ആളുകൾ അവിടെ ചിലപ്പോൾ ഇന്നായത്തിന് അകൽക്കൗത്തൊക്കെ ജുമയിൽ ഓതുക, കാരണം വെയിലത്ത് നിൽക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അവരെന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നത് മറ്റൊരു വിഷയമാണ്. അവർക്ക് അതിന്റേതായ കാരണങ്ങൾ ഉണ്ടാകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ശരി. ഏതെങ്കിലും സാധനം നഷ്ടപ്പെട്ടാൽ ഇത് കിട്ടുമോ കിട്ടില്ലേ എന്ന് കണക്ക് നോക്കി പറഞ്ഞു തരുന്നവരുടെ അടുത്ത് പോകരുതെന്ന് ഉസ്താദ് പറഞ്ഞു. കണക്ക് നോക്കിയിട്ട് പറയാച്ചാൽ നമുക്ക് എഴുതിയച്ച കണക്കൊന്നും നോക്കുന്നതിന് വിരോധമല്ല. നമ്മുടെ സാധനം പോയിട്ടുണ്ടോ ഇല്ലെന്ന് എന്റെ ബാഗിൽ മുമ്പുള്ള കുറവുണ്ടോ എന്നൊക്കെ കണക്ക് നോക്കേണ്ടി വരും. അങ്ങനത്തെ കണക്കല്ലാതെ വേറെ എന്തെങ്കിലും നക്ഷത്ര കണക്കോ മറ്റ് അതുപോലത്തെ കണക്കോ കൂട്ടിയിട്ട് കിട്ടുമോ കിട്ടൂല എന്നൊന്നും ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെടുന്ന ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അവര് ഒരു നറുക്കിട്ടിട്ടൊക്കെ ചില ആളുകൾ കിട്ടിയേക്കും, കിട്ടുമോ നോക്കാം, ഇതൊന്ന് ചെല്ലി നോക്ക്, അതൊന്ന് പറഞ്ഞു നോക്ക്, സലാത്ത് പത്തനം ചെല്ലി നോക്ക്, കിട്ടുമോ നോക്കാം എന്നൊക്കെ ഇങ്ങനെ കിട്ടുമോ നോക്കാം ഇങ്ങനെയുള്ള സുമാറ് പറച്ചിൽ പറയല്ലാതെ കിട്ടൂല അത് ഉറപ്പിച്ച് പറയാൻ ഒരു കണക്കുകൊണ്ടും സാധ്യമല്ല എന്നതാണ് ശരി. ചോദ്യത്തിന്റെ മറുപടികളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഈ സഹോദരന്മാരെ ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.